സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര ദിവസമായി പോരേന്നൊരു ഇൻട്രോ എടുത്തിട്ട് പോരേന്നൊരു ഫുഡിൻ്റെ വ്ളോഗ് എടുത്ത് കുറേ ദിവസമല്ല മാസമായിപ്പോയി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു റെസിപ്പി ആയിട്ടാണ്. എന്താ വെച്ചാൽ ഇന്ന് പറയൽ നല്ല ഉച്ചക്ക് നല്ല ബെർഞ്ചോറും സാമ്പാറും പിന്നെ ബറവുണ്ട്. അതിലേക്കൊരു മീൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ മീൻ ഫ്രൈ ആക്കുന്നത് ഇന്നത്തെ വ്ളോഗിലൂടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കണം, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് എപ്പോൾ ഞാൻ പറയാനുള്ള സംഗതി എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ നിങ്ങൾ എന്താക്കണോ, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണും. പുതിയ ആളാണ് വീഡിയോ കാണുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് ഞാൻ ഇത് മീൻ ഏടുന്ന് വാങ്ങിയ എന്ത് മീൻ നല്ല ഉള്ള ഒരു വീഡിയോ കൂടി ഇതിലുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ റെസിപ്പി തയ്യാറാക്കാം, വാ. അപ്പോൾ ഞാൻ മീൻ വേങ്ങാമത്തുള്ള നമ്മൾ സ്റ്റേഡിയം റോഡിൽ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ളൊരു ഷോപ്പുണ്ട്, നമ്മളെ ചങ്ങായിൻ്റെ. ആടുന്നാണ് നമ്മൾ മീൻ വേങ്ങാൻ വന്നിട്ടുള്ളത്. ഇതാണ് അച്ചാനിൻ്റെ ആണ് മീൻ എടുക്കുന്നുള്ള. എന്ത് വേണം മീനുണ്ട്, കൊളോനുണ്ട്, ആക്കൂറുണ്ട്, മാഞ്ചിയുണ്ട്, ചെറുതും വലുതാ എല്ലാ മീനും ഉണ്ട്. ഇത് അമൂറ അച്ചാഞ്ഞേ, അമൂറിന് എത്ര? അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള 2 ഇടി അയിലയും മാഞ്ചുമാണ്. അപ്പോൾ ഇതിലേക്ക് എന്താക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ മസാല നന്നായിട്ട് തേച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഇതിനെ റെസ്റ്റിന് വെക്കാം. ഓക്കെ, നമുക്കിതിലേക്ക് മസാല തേക്കാം. മുളക് പൊടി ചേർക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും ചേർക്കണം. മഞ്ഞപ്പൊടി ചേർത്ത് ഇനി ഫിഷ് മസാല. ഇനി ആവശ്യത്തിന് എന്തെന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ കർച്ചപ്പലനെ ചെറുങ്ങനെ മുറിച്ചത് കർച്ചപ്പല ഇതിലേക്ക് ഇടണം. ഇനി നമുക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ പച്ച മസാലയാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ചത് ഇതിലേക്ക് ചേർക്കണം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പുളിൻ്റെ വെള്ളം, നമ്മളെ കറീൻ്റെ പുളി വെള്ളത്തിലിട്ടത് അതിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. നമുക്ക് ചേർക്കാനൊന്നും ആവശ്യം വരില്ല, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് പാങ്ങലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മസാല നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. മസാല നോക്കിയാൽ നല്ല അടിപൊളി, എന്ത് സ്മെല്ല് എന്ന് പറയുക. നമുക്കിനെ മസാലയിൽ പാങ്ങലൊന്ന് മിക്സ് ചെയ്തെടുക്കണം, മീനിൻ്റെ ഉള്ളിലും എല്ലാം. അപ്പോൾ മീനിന് നമ്മൾ മുറിയിട്ടിട്ടുണ്ട്, അതിലേക്ക് നല്ല മുറിയിട്ടിട്ടുണ്ട്. ഫുള്ളിലേക്ക് മുക്കിയതെടുത്തിട്ട് ഇതിൽ വെക്കാം. മാഞ്ചി പീസാക്കിയതാണ്, ഫുൾ മാഞ്ചി എടുത്തിട്ടില്ല, പീസ് ആക്കിയിട്ടെടുത്തത്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ സമയം ഇനി റെസ്റ്റിന് വെക്കാം. അപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞമ്മക്കിലേക്ക് മീൻ ചേർക്കാം. എന്താ മണം, ഉസാറ് മണം. ഉസാറിൻ്റെ മണമുണ്ട്, അതുപോലെ തന്നെ തേങ്ങണ്ണൻ്റെ മണമുണ്ട്. തേങ്ങണ്ണൻ്റെ പ്രത്യേകത അതാണ്, തേങ്ങണ്ണൽ ഫ്രൈ ആക്കിയാൽ നല്ല മണം ഉണ്ടാകും. ഇനി ജസ്റ്റ് ഒന്നിനെ തിരിച്ചിട്ട് കൊടുക്കാം. എന്താ ഒരു സ്മെല്ല്. അപ്പോൾ നമ്മൾ അയില ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അയിലനെ നമുക്കൊന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് മാഞ്ചി ഫ്രൈ ചെയ്തെടുക്കാം. Wow, what a beautiful. അപ്പോൾ നമ്മളുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കുക, അല്ലെങ്കിൽ നേരത്തെ ഫ്രൈ ആക്കിയ അയിലനെ
ഇതിലേക്ക് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻ ആക്കണം. അതേലേക്ക് തന്നെ കാച്ചി അതേ ചട്ടിക്ക് തന്നെ വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ ആക്കാം. ഓക്കെ, എന്നിട്ടൊന്ന് മൂടി വെക്കണം. ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഉള്ളിയാണ്. ഉള്ളി മെല്ലെ ഇതിൻ്റെ മേലേക്ക് സ്ലൈഡിൽ ഇതാക്കിയ ഉള്ളി. ഓക്കെ, മൂടി വെച്ചിട്ട് തീ ഓഫാക്കി വെക്കാം. നമ്മൾ ഫ്രൈ റെഡിയായി. ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്കിന്ന് ഒന്ന് ചോറിനൊക്കെ കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഫുഡ് ടേസ്റ്റ് നമ്മളെ മീൻ ടേസ്റ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് സാമ്പാർ, ചോറ്, വറവ്, പപ്പടം എല്ലാം ഉണ്ട്. എൻ്റെ കൈശുണ്ട്, മമ്മുണ്ട് ഇന്നത്തെ ഫുഡ് ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ ചോറെല്ലാം വിളമ്പിയിട്ടുണ്ട്. മമ്മുക്ക് ഒരു മാഞ്ചി, ഐഷുക്കൊരു മാഞ്ചി. ഓക്കെ, ഇനി ഐഷുക്ക് സാമ്പാർ. ഓക്കെ, ഐഷു തിന്നിട്ട് പറയണം എങ്ങനെയുണ്ട് പാപ്പാൻ്റെ ഫ്രൈ അല്ലോ. ഇനി മമ്മദിന് സാമ്പാർ. മമ്മോ ടേസ്റ്റ് നോക്കിയിട്ട് പറയണോ? ഓക്കെ, ബിസ്മില്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്പോഞ്ച് മാഷാഅല്ലാഹ്. അയിലും മസാലയും മസാല നല്ല ടേസ്റ്റായിരുന്നു. സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. മീനെന്ന് വെച്ചോ മഞ്ജുന്നാ എങ്ങനെയുണ്ട്? സൂപ്പറാ. ആ ക്യാമറ നോക്കിച്ചാൽ സൂപ്പറാന്ന്. സൂപ്പറാ. മമ്മു സൂപ്പറാ. ഏത് മീൻ ടേസ്റ്റ്? അയിലയാ മാഞ്ചാ? മാഞ്ചിയ. ഐഷൊക്കെ ഏത് മാഞ്ചി. അപ്പോൾ സൂപ്പറായിരുന്നു പിള്ളേർ പറയുന്നുള്ള. അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ നമുക്കിത് ഫുള്ള് കഴിച്ചിട്ട് വരാം. അപ്പോൾ എന്താക്കുന്നത്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്. കുറേ ദിവസമായി വീട്ടിലൊരു വ്ളോഗ് ചെയ്യാത്ത. അപ്പോൾ ഇന്നൊരു സിമ്പിളൊരു വ്ളോഗ് ചെയ്ത്. അപ്പോൾ നിങ്ങൾ എന്താക്കണം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.